വിപണിയെ തൊടുക എന്ന് പറയുന്നത് അടുക്കളയെ തൊടുന്നത് പോലെയാണ്. അഥവാ അടുക്കളയെ തൊട്ടാലേ വിപണിയിൽ വിജയമാവുള്ളൂ. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. നാലഞ്ച് കൊല്ലം മുമ്പാണ് നമ്മൾ മലപ്പുറത്തെ വണ്ടൂരുള്ള ജുമൈല ബാനുവിനെ പരിചയപ്പെട്ടത്. കൂവയും മഞ്ഞളുമായിരുന്നു അന്ന് ഒരുപാട് സ്ഥലത്ത് വണ്ടൂര് പ്രോഡക്ട്സ് ഉണ്ടാക്കിയിരുന്നത്. അതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബാനൂസ് അഗ്രോ എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ എത്തിക്കുകയാണ് അല്ലേ? അപ്പം എന്തൊക്കെയാണ് ഈ ബാനൂസ് അഗ്രോയിലുള്ളത്? ഇവിടെ ഫസ്റ്റ് ഞങ്ങള് കൂവ പൊടി എടുത്തിട്ട് ബ്രാൻഡാക്കി, പിന്നെ മഞ്ഞൾപ്പൊടി. നമ്മള് വണ്ടൂരിൽ ഉണ്ടാക്കിയിരുന്ന പോലെ കൂവ തന്നെ വയലിൽ ഉണ്ടാക്കിയിരുന്ന കൂവപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഇത്രയും നല്ല ക്വാളിറ്റി സാധനം നിങ്ങൾ എന്തുകൊണ്ട് നാട്ടിൽ സെയിൽ ചെയ്യുന്നില്ല, ഒരു ബ്രാൻഡ് ആക്കിയിട്ടിരുന്നു. ജനിച്ച നാട്ടിലേക്ക് തിരിച്ചു വന്ന് വണ്ടൂരിൽ ഇടാന് എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ജനിച്ച നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ ഒരു ഷോപ്പ് ഇവിടെ തന്നെ ആവണം എന്റെ ഒരു നിർബന്ധമായിരുന്നു തുടങ്ങുന്നത്. അപ്പൊ ഞങ്ങള് ആദ്യം കൂവപ്പൊടി ബ്രാൻഡാക്കി, പിന്നെ മഞ്ഞൾപ്പൊടിയാക്കി, പിന്നെ കസ്തൂരി മഞ്ഞളാക്കി. അങ്ങനെ പിന്നെ ഞാൻ എന്തെല്ലാം കൃഷി ചെയ്യുന്നു അതെല്ലാം ഓരോ പ്രൊഡക്റ്റാക്കി മാറ്റി. അതിന്റെ പുറമെ നമ്മൾ മറ്റ് കർഷകർ വ്യത്യസ്തമായ കാർഷിക കൃഷികൾ ചെയ്യുമ്പോൾ ആ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നിട്ടും അത് ഇവിടെ കൊണ്ടുവന്ന് കഴുകി ഉണക്കി പൊടിച്ച് പാക്കറ്റാക്കിയിട്ട് അതും ഈ നമ്മുടെ ഷോപ്പിലേക്ക് തീർച്ചയാക്കി. എന്താണോ കർഷകൻ ഉണ്ടാക്കുന്നത് അത് അതേപോലെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആ ഒരു മാർഗത്തിലേക്കാണ് വന്നത്. ഇവിടെ തന്നെയാണ് ഞാനും എൻ്റെ വീട്ടിലേക്കുള്ള സാധനം കൊണ്ടുപോകുന്നത്. അപ്പം 100% ക്വാളിറ്റിയുള്ള ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള സാധനം മാത്രമേ ഇവിടെ കൊടുക്കുള്ളൂ. 200ഓളം പ്രൊഡക്റ്റുകൾ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ആകെയുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത് തുറന്നപ്പോഴാണ് ഇതിൻ്റെ കാര്യം മനസ്സിലായത്. ഒരുപാട് വീട്ടമ്മമാർക്ക് ഇതൊരു വരുമാന മാർഗമായി മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ ഷോപ്പിൽ നിന്ന് തന്നെ നേരിട്ട് സാധനം വാങ്ങി കൊണ്ടുപോയിട്ട് അവര് വിൽപ്പന നടത്തുന്നുണ്ട്. അന്ന് നമ്മൾ കാണുമ്പോൾ പറഞ്ഞിരുന്നത് 2-3 കാര്യങ്ങളായിരുന്നു. ഒന്ന്, മഞ്ഞളും കൂവയുള്ള ഗുണം പന്നി കയറില്ല എന്നായിരുന്നു. അതെ, ശരിയല്ലേ? ശരിയാണ്. ഇപ്പോ അതുപോലെ അന്ന് എക്സ്പോർട്ട് തുടങ്ങിയിരുന്നു. എക്സ്പോർട്ട് എക്സ്പോർട്ട് ഉണ്ട്. ഇപ്പൊ നെതർലാൻഡിലേക്കുണ്ട്, ഈജിപ്ത് ഉണ്ട്, പിന്നെ മറ്റ് കൺട്രിയിലേക്കൊക്കെ ഏജൻസി മുഖാന്തരങ്ങൾ കൊണ്ടുപോകുന്നു. അത് US കൊടുക്കുന്നുണ്ട്, പിന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കും. പക്ഷെ ഞാൻ കൃഷിയുള്ള ഞാൻ എങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് മാറിയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എന്നാലും നല്ലൊരു ഭക്ഷണം ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കുട്ടികളുടെ താല്പര്യമാണ് എനിക്ക്. കുട്ടികൾക്ക് ഒരുപാട് കുന്നങ്കായപ്പൊടി, നവര അരിപ്പൊടി, പിന്നെ പോഷകക്കൂട്ട്, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ക്യാരറ്റ് പൊടി, ബീട്രൂട്ട് പൊടി, പിന്നെ ചക്കര മധുരക്കിഴങ്ങ് പൊടി, ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ലൊരു ഒരു കെമിക്കലും ഇല്ലാത്തൊരു ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനു വേണ്ടി കൂടുതൽ മുൻകൈ എടുത്തത്. നന്നായിട്ട് ഈ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും ഞാൻ വണ്ടൂരിലെ ഓഫീസിലേക്ക് വിളി വരിക, ഇവിടുത്തെ ബേബി ഫുഡുകളാണ് ഇവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അത് വണ്ടൂരുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, വണ്ടൂരുണ്ട്. അതൊന്നും നമുക്ക് ചെയ്യുന്നത് നിർത്താൻ പറ്റൂല. അതൊക്കെ നമ്മൾ മെഡിസിൻ പ്ലാന്റ് നമ്മൾ അതിനുള്ള എഗ്രിമെന്റ് ഒക്കെ കൊടുത്തതാണ്. അശ്വഗന്ധ നമുക്ക് അത്രയും ഓർഡർ ഉണ്ട്. ഇപ്പോൾ ജപ്പാനിലേക്ക് നമ്മളിപ്പോൾ അശ്വഗന്ധ കൃഷി ചെയ്തിട്ട് അതിന്റെ വേര് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഉണക്കി കൊടുക്കുക. പക്ഷെ എന്നാൽ ഇനി അശ്വഗന്ധ പ്രോസസ് ചെയ്ത്, അതായത് അശ്വഗന്ധത്തിന്റെ ഒരു പൊടി പാലില് പുഴുങ്ങി ഒരു പൊടിയാക്കിയിട്ട് അത് ജപ്പാനിലേക്ക് കൊടുക്കാനുള്ളൊരു ചെറിയൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. അത് കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിക്കാണ് നമ്മൾ എഗ്രിമെന്റ് ഉള്ളത്. അവർക്കത് ഏകദേശം 16ഓളം മെഡിസിൻ സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, പ്ലാന്റുകൾ. അത് ബോംബെ നന്നാറി, ചിറ്റരത്ത, കരിങ്കുറിഞ്ഞി, പിന്നെ കുറുന്തോട്ടി, കാട്ടുപടവലം,
അങ്ങനെ പിന്നെ ജാതിമല്ലി അങ്ങനെ ഒരു 16 ഐറ്റംസുകൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. മറ്റ് കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുന്നുണ്ട്. അതാണ് പിന്നെ വന്നിട്ടുള്ള ഒരു മാറ്റം അല്ലേ? അന്ന് നമ്മൾ കണ്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം. അങ്ങനെ എത്ര ആളെ കൊണ്ട് കൃഷി ചെയ്യിക്കുന്നുണ്ട് ഇപ്പോ? ഒരുപാട് പേര്. അതായത് ബാനൂസ് അഗ്രോ കമ്പനിയിൽ അവിടെ ഓഫീസിൽ വന്നിട്ട് നല്ല ഇൻട്രസ്റ്റഡ് ഉള്ള കർഷകർ അവിടെ വന്ന് എഗ്രിമെന്റ് എഴുതി ഞാൻ ഇന്ന മെഡിസിൻ ഞാൻ കൃഷി ചെയ്ത് തരാന്ന് പറയും. അങ്ങനെ അവർക്ക് നമ്മൾ എഗ്രിമെന്റ് ഒക്കെ കൊടുത്ത് അതിനുള്ള സീഡ് കൊടുത്ത് അവര് കൃഷി ചെയ്യും. എന്നിട്ട് നമ്മളെ ബാനൂസ് അഗ്രോ കമ്പനിയിൽ എത്തിച്ചു തരും. നമ്മളത് കോയമ്പത്തൂർ ആയുർവേദശാലക്കും അതുപോലെ തന്നെ മറ്റ് ഇതുപോലെ ആയുർവേദ മെഡിസിന്റെ പല ആളുകളുണ്ട്, അവർക്കൊക്കെ നമ്മൾ കൊടുക്കും. എനിക്ക് ഒരു ആയുർവേദ മരുന്ന് എനിക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, എനിക്കത് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അവിടെ വന്നിട്ട് നിങ്ങളുടെ സഹായം തേടിയാൽ നിങ്ങൾ എനിക്ക് അതിന്റെ വിത്ത് തരും. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും, എല്ലാം പറഞ്ഞു തരും. ഒരു കർഷകന്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളിത് കൃഷി ചെയ്തിട്ട് ഇത് എവിടെ കൊണ്ടുപോയി വിൽക്കും, മാർക്കറ്റ് എവിടെയെന്നാണ്. ഒരുപാട് കർഷകർ ഇന്ന് പരാജയപ്പെടുന്നത് മാർക്കറ്റിംഗ് ഇല്ലാഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് ഒരു മെയിനായിട്ടൊരു നല്ലൊരു മാർഗ്ഗമാണ് ഇങ്ങനെ ഒരു നമ്മൾക്ക് കൃഷി ചെയ്ത് തരിക, നമ്മൾ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ കർഷകന് കൂടുതൽ ഇൻട്രസ്റ്റ് ആവുക ചെയ്യുക കൃഷി ചെയ്യാൻ. ഞാൻ ഏകദേശം 26 ഏക്കർ കൃഷിയുണ്ട് എനിക്ക് സ്വന്തമായിട്ട്. ബാക്കിയുള്ളതൊക്കെ ഞാൻ കോൺട്രാക്ട് ഫാമിങ് ആണ്. അവർക്കൊരു വരുമാനമാവട്ടെ, നമുക്കും അതൊരു വരുമാനമാവട്ടെ, ആ രീതിയിലാണ്. കാരണം ഇപ്പോൾ തിരുവനന്തപുരം, തെങ്കാശി, അട്ടപ്പാടി ഭാഗത്തൊക്കെ കൃഷിയുണ്ട്. ഒക്കെ നമ്മൾക്ക് വേണ്ടിയിട്ട് വളരെ അത് നമുക്ക് ആദ്യം ഇതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വേണം, ഇഷ്ടം വേണം. നമുക്ക് എപ്പോഴും ലാഭം കിട്ടിയെന്ന് വരില്ല, നഷ്ടങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷെ അതിൽ പരാജയപ്പെടാതെ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യും. അങ്ങനെ ചെയ്യും. അത് എന്ന് കരുതി എൻ്റെ കൃഷിയിലൊന്നും ഞാനൊന്നും അങ്ങനെ പരാജയപ്പെടാറില്ല. കാരണം ഒക്കെ നേരത്തെ പഠിച്ച് മനസ്സിലാക്കി ഇത് നമ്മളെ കാലാവസ്ഥക്ക് പറ്റുമോ, ഇത് തമിഴ്നാട് എങ്ങനെ പറ്റും, കർണാടകയിൽ എങ്ങനെ പറ്റും, കേരളത്തിൽ എങ്ങനെ പറ്റും എന്നൊക്കെ കണ്ട് ആദ്യം അതൊരു പ്രാക്ടിക്കലായി കുറച്ച് ചെയ്തു നോക്കും. എന്നിട്ട് അത് എത്ര അളവിൽ ക്വാണ്ടിറ്റി നമുക്കത് കിട്ടും, ഉൽപ്പാദനം ഉണ്ടോ, കാലാവസ്ഥ ഉണ്ടോ ഒക്കെ എല്ലാം നോക്കി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ആ കൃഷിയിലേക്ക് ഇറങ്ങുക. അതുകൊണ്ട് അത് 100% ധൈര്യത്തിലാണ് ഞാൻ മറ്റൊരു കർഷകന് അത് ചെയ്യാൻ കൊടുക്കുന്നത്. കുട്ടിക്കാലത്തെ കൃഷിനോട് വല്ലാത്തൊരു ഇഷ്ടമുള്ള ആളാണ്. സ്കൂളിൽ പോകുമ്പോൾ തന്നെ 2 ഭാഗം പാടത്തുനിന്ന് ഇവിടെ മെയിൻ കൃഷി വെള്ളേരിയാണ്. കുറ്റിക്കാട്ടൂർക്കാരുടെ ഒരു പിന്നെ വിഷുവിന്റെ കാലത്ത് വെള്ളേരി കൃഷി ചെയ്യും. പിന്നെ പീച്ചിങ്ങ ഇവിടെ ഭയങ്കര കൃഷി ഉണ്ടായിരുന്നു. ഇപ്പൊ പീച്ചിങ്ങൊക്കെ ഇവിടുന്ന് അന്യം നിന്ന് പോയിട്ടുണ്ട്. ഇപ്പൊ വെള്ളേരി പക്ഷേ എല്ലാ വർഷവും ചെയ്യും. അപ്പൊ അതൊക്കെ ഇങ്ങനെ പാടത്ത് ഇങ്ങനെ കാണും. അങ്ങനെ വിത്തുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ തൊട്ടടുത്ത് ആന്ധ്രയിൽ നിന്നുള്ള അരി കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അഗോനി മോറാന്നുള്ള അരി ഇതിന്റെ തൊട്ടടുത്ത് നിന്നാണ് ഇപ്പൊ വെള്ളത്തിലിട്ടാൽ വേവണ അരി ഇവിടുന്ന കൃഷി ചെയ്യുന്നത്. ഓക്കെ, അത് ഇനിയിപ്പോ ഞാനിപ്പോ ഇനി കുറ്റിക്കാട്ടൂരിൽ ഒന്നും കൂടിയും കൃഷി ഒന്നാമത് ഇവിടെ കൃഷി ചെയ്യാനുള്ള സ്ഥലം കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് കാണുക മാത്രമല്ല, ഞാൻ നമ്മുടെ സ്ഥലങ്ങളിൽ നമ്മുടെ വീട്ടുപറമ്പിൽ തന്നെ എല്ലാ വിത്തുകളും കൊണ്ടുവന്ന് കൃഷി ചെയ്യും. പിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പൂവ്, ചെടികൾ, എന്ത് കയ്യിൽ കിട്ടിയാലും ആ വിത്തെടുത്തൊന്ന് നട്ടിട്ട് ഒരു പയറ്, വെണ്ട, അങ്ങനെ വെള്ളേരിയൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിന് മുന്നിൽ തന്നെ പാടുണ്ട്, അവിടുത്തെ കുളത്തുനിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് നനയ്ക്കും. അങ്ങനെ ആ ഒരു സിസ്റ്റം പിന്നെ എന്ത് ചെയ്തു, അതൊരു ജീവിത മാർഗമാക്കി മാറ്റി. മുസ്തഫയെ സമ്മതിച്ചു. അവർക്ക് അതെ, അത് അവര് എന്താ വെച്ചാല് നമ്മളെ ഇഷ്ടത്തിന് എന്റെ ഇഷ്ടം അതാണെങ്കിൽ നീ അത് ചെയ്തോ, എതിർക്കില്ല. സപ്പോർട്ട് ചെയ്യാൻ അറിയില്ലെങ്കിലും എതിർക്കൂല. എന്റെ ഇഷ്ടം അതാണെങ്കിൽ നീ അത് ചെയ്തോ. അന്ന് വന്നപ്പോ മോളില്ലായിരുന്നു, മോള് ഉക്രൈനിലായിരുന്നു അല്ലേ? ഇപ്പൊ ഉക്രൈനിൽ യുദ്ധം കാരണമാണോ ഒന്നേ? റഷ്യ യുക്രൈൻ വാർ. അപ്പൊ തൽക്കാലം ഇപ്പൊ കുറച്ചു നാളായിട്ട് അപ്പൊ നാട്ടിലേക്ക് തിരിച്ചു വന്നൊക്കെയാണ് വാറ് കാരണം അല്ലേ? അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടത്. കായപ്പൊടിയൊക്കെ ഇവൾക്ക് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാ കാര്യങ്ങളെന്ന്. എനിക്കറിയില്ല അത് എന്തൊക്കെയാന്ന്. അവൾക്കാവുമ്പോ കാര്യം അറിയാൻ ചെയ്യാലോ. ശരിയാണ് അവള് പറയണേന്ന് നോക്കണ്ടേ നമുക്ക്. പിള്ളേര് വന്നിട്ടുണ്ട്. അല്ല, ഞാൻ മോൾക്ക് ഏറ്റവും നാച്ചുറൽ പ്രൊഡക്റ്റുകളാണ് ഞാൻ കൊടുത്തത്. ഞാൻ തന്നെ കൃഷി ചെയ്യുന്നതാണ് ഞാൻ കൊടുക്കല്. ശരീരത്തിൽ പോഷകം കിട്ടുന്ന ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒരു സാധനമാണ് കുന്നങ്കായപ്പൊടി. അപ്പോൾ അത് നമ്മൾ പല കുട്ടികൾക്കൊന്നും കൊടുക്കാത്തത് കഫക്കെട്ടാണ്, അത് കൊടുക്കാൻ പാടില്ല, ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് കുന്നങ്കായപ്പൊടി
കുറുക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇതിലെന്തൊക്കെയാ ആഡിങ് ഉള്ളത്? ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ അതേപോലെ റാഗിപ്പൊടി, ബാർലിപ്പൊടി, നവര അരിപ്പൊടി, അങ്ങനെയുള്ള 10 ഐറ്റംസ് സാധനങ്ങൾ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ പിന്നെ ആരോഗ്യത്തിന്, അത് കുട്ടികൾക്ക് എന്നല്ല, നിന്നെപ്പോലുള്ള കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ഗർഭിണികൾക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിലുള്ള പല പോഷകക്കുറവ് കൊണ്ടും ഇതിലുള്ള ഈ അടങ്ങിയിട്ടുള്ള 10 തരം സാധനങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. ഇത് ബീട്രൂട്ട് പൊടി. ഇത് ഞാൻ കൃഷി ചെയ്തിട്ട് കഴുകി ഉണക്കി പൊടിച്ച് ഇങ്ങനെ ബോട്ടിലാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തു കൂടിയാണ്. ഇത് നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കും. കുട്ടികൾക്ക് കുട്ടികൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും ഇത് ഇട്ട് കൊടുക്കുന്നത് വളരെ ഉപകാരമാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫേഷ്യലിങ്ങിനാണ്. ഇതും തേനും കൂട്ടി ചുണ്ട് തേച്ചാൽ ചുണ്ടിൻ്റെ കളർ മാറ്റം, അതുപോലെ മുഖത്തിനുണ്ടാവുന്ന ചുളിവുകൾ മാറാൻ, പാടുകൾ കുറയാൻ, നിറം കൂടാനും ഒക്കെയാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പോകുന്നത് ബീട്രൂട്ട് പൊടിയാണ്. അതുപോലെ തന്നെ ക്യാരറ്റ് പൊടിയും പോകും. കസ്തൂരി മഞ്ഞൾ ഇതാണ് ഫസ്റ്റിൽ ഞാൻ കൃഷി ചെയ്യുന്നത്. കസ്തൂരി മഞ്ഞളിലും കൂവയിലും മഞ്ഞളിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കസ്തൂരി മഞ്ഞൾ ഇതുവരെ ഞാൻ കസ്തൂരി മഞ്ഞൾ പൊടിച്ച് കയറ്റി കൊടുക്കലാണ്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും സൗന്ദര്യത്തിന് വേണ്ടിട്ട് ഇത് പാട് പോവാനും നല്ലതാണ്. പിന്നെ ഈ എണ്ണമയുള്ള ചർമ്മത്തിന് ഇത് തൈരും കൂട്ടി തേച്ചാൽ അത് കുറവായിരിക്കും, നല്ല ആശ്വാസമായിരിക്കും. ഈ തേന് ഇതിൽ ചേർത്തിട്ട് തേക്കുകയാണെങ്കിൽ മുഖത്തിന് നല്ല മിനുസും ചുളിവ് പോവാനൊക്കെ വളരെ നല്ലതാണ്. ഈ തേന് എന്ന് പറയുന്നത് സാധാ തേനല്ല ഇട്ടത്, ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇത് ഞാൻ കാട്ടില് കയറിയിട്ട് അവിടുന്ന് ആദിവാസികളുടെ അടുത്തു നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. നിലമ്പൂർ കാട്, പിന്നെ നമ്മളെ രാജപാളയത്ത് അവിടുത്തെ കാട്. അതായത് ഞാൻ ഒറിജിനൽ കിട്ടണം എന്നുള്ളതിനാണ് ലൈവായിട്ട് ആ കാർഡ് എല്ലാം താണ്ടി പോയിട്ട് തേനെടുത്ത് വരുന്നത്. പൽപ്പൊടി അത് എങ്ങനെയാന്ന് വെച്ചാല് അത് എങ്ങനെയാ സംഭവിച്ചാല് ഞാൻ പറഞ്ഞത് 200ഓളം പ്രൊഡക്റ്റ് ഇത് എന്റെ കയ്യിൽ ഞാൻ കൃഷി ചെയ്യുമ്പോഴുള്ള സാധനത്തിന് എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയിട്ട് അതൊക്കെ ഞാൻ ഉണ്ടാക്കും. അപ്പൊ ഇത് മാവിന്റെ കൃഷി ഉണ്ട് കുറച്ച്. അപ്പൊ മാവില ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി മാവില കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ. അങ്ങനെയാണ് മാവില പൊടിച്ചിട്ട് ഞാൻ തന്നെയാണ് ചുക്ക് കൃഷി ചെയ്യുന്നത്, അല്ല ഇഞ്ചി കൃഷി ചെയ്യുന്നത്. അപ്പൊ ഇഞ്ചി ചുക്കാക്കിയിട്ട് ആ ചുക്ക് പൊടിയും മാവിന്റെ ഇലയും ജീരകവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാടി ഇതിൽ കൂട്ടിയിട്ട് നല്ലൊരു പൽപ്പൊടിയാക്കി മാറ്റി. മഞ്ഞളെണ്ണ അത് എങ്ങനെയാന്ന് വെച്ചാല് ഇത് ഞാനൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഉമ്മച്ചി എനിക്ക് മഞ്ഞളെണ്ണ തേച്ച് തരും. പിന്നെ ഞാൻ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അതായത് ഇത് മഞ്ഞളുടെ പാലെടുത്തിട്ട് മഞ്ഞൾ പാലും വെളിച്ചെണ്ണയും കുറച്ച് പാലും പിന്നെ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ കടുക്, ഉലുവ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു എണ്ണ ഉണ്ടാക്കും. അപ്പൊ ഇത് പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് മേലെ തേച്ചാൽ നിറത്തിനും പിന്നെ ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്, പിന്നെ കുട്ടികൾക്കും ഒക്കെ. അപ്പൊ ഞാനിത് ചെറുപ്പത്തിൽ ആ കണ്ടു വെച്ചത് പിന്നെ കടയിലെത്തിച്ചു. കറിവേപ്പില പൊടിയോ? കറിവേപ്പില നമ്മുടെ സാധാരണ കറിവേപ്പില? അതെ, അത് സാധാരണ തന്നെ കടയിലത്തതല്ലോ. ഇത് കൃഷി ചെയ്യുന്ന ആളുകളുടെ നിന്ന് കറിവേപ്പില വാങ്ങി കൊണ്ടുവന്നിട്ട് കഴുകിയിട്ട് നമ്മൾ ട്രയലിട്ട് ഉണക്കും. ഉണക്കി പൊടിച്ചിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യും. ഈ കറിവേപ്പിലാണ് മൊത്തം മരുന്നടിക്കണെന്നൊക്കെയാ പറയുന്നത്. മരുന്നടിക്കുന്ന കറിവേപ്പില ഒഴിവാക്കാനാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ചെയ്തത്. കറിവേപ്പില പച്ചയ്ക്ക് ഇപ്പൊ നമ്മൾ മരുന്നടിച്ചിട്ട് നമുക്ക് എന്തായാലും കറിവേപ്പിലക്ക് മരുന്നടിക്കും. പ്രാണി ശല്യം ഏറ്റവും കൂടുതലുള്ളതാണ്. നല്ല എല്ലാവിധ കെമിക്കലും കറിവേപ്പിലക്ക് അടിക്കും. അപ്പൊ ഇത് ഇങ്ങനെ നാടൻ കറിവേപ്പില എടുത്തിട്ട് ഉണക്കി പൊടിച്ചിട്ട് ഈ ഹോസ്റ്റലില് അങ്ങനെ ഗൾഫ് പോകുന്ന ആളുകള് അങ്ങനെ അവർക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ആവശ്യക്കാരേറെയാണ്. പക്ഷെ ഇങ്ങനെ കറിവേപ്പില കിട്ടുന്നില്ല. ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മള് ഒരു വണ്ടി എടുത്ത് ഓടി പല സ്ഥലങ്ങളിലും കറിവേപ്പില എവിടെയാ നോക്കി. ഐഡിയ പിടിച്ചെന്ന് പറയാൻ എനിക്ക് അങ്ങനല്ല, എനിക്ക് നല്ല സാധനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ എന്തൊക്കെ കൊടുക്കാൻ പറ്റും
അതൊക്കെ ഞാൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഫുൾ ടൈം യാത്ര ചെയ്തിട്ട് ഇതൊക്കെ ഈ ഒരു കറിവേപ്പില എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വീടുകളിൽ നിന്ന് എടുത്തതുണ്ട്. വീട് വലിയ ഒരുപാട് മരങ്ങളുള്ള കറിവേപ്പില മരത്ത് കാണാൻ ആ വീട്ടിൽ പോയി ചോദിക്കും, എന്നിട്ട് കുറച്ച് കറിവേപ്പില വരുമെന്ന് ചോദിക്കും. അങ്ങനെ എടുക്കും. പിന്നെ നമ്മൾ ഈ കൃഷിഭവനിൽ കറിവേപ്പില ഉണ്ട്, അവരോട് ഇങ്ങനെ 10-20 കിലോനൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങിയിട്ട് പൈസ കൊടുത്തിട്ട് കറിവേപ്പില വാങ്ങിക്കൊണ്ട് വരും. എന്താ വെച്ചാൽ നാച്ചുറലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നല്ല ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് എന്ന് പറയാൻ വിപണിയിൽ പോയാൽ കറിവേപ്പില കിട്ടും, പക്ഷെ അത് ഞാൻ ഇവിടെ പൊടിച്ച് കൊണ്ടുവച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ. ഇതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇതില് ഞാൻ എന്റെ മോളെ ഫോട്ടോ വെച്ചിന്, കാരണം അത്രക്ക് മുടിയുള്ള ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആദ്യം. അപ്പൊ പിന്നെ ഓള് പറഞ്ഞത് ഈ ഫോട്ടോ നീ വെക്കണ്ട. അല്ല, അത് ഒരു ഫാഷന് വെട്ടിയതല്ലേ. അപ്പൊ ഇത് നന്നായിട്ട് വളരും. എനിക്ക് നല്ല മുടി, ഞാൻ ഇവിടെ തന്നെ സ്കൂൾ പഠിക്കാനൊക്കെ നല്ല മുടിയാ. അപ്പൊ ഇത് ചെറുപ്പത്തിൽ, അതായത് ഉമ്മാന്റെ ഉമ്മ 4 തലമുറ മുന്നുള്ള 100 വയസ്സാരെ മരിച്ച ഉമ്മയാണ്. ആ ഉമ്മച്ചി ഉണ്ടാക്കുന്ന പല സാധനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് ഇപ്പോഴത്തെ സമയത്ത് അത് കണ്ടെത്താൻ പറ്റണില്ല. ഇതിൽ ചേർത്തിട്ടുള്ള പല മരുന്നുകളും ഇന്ന് നാട്ടും പുറത്തുനിന്ന് അന്യം നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ അത് അതായത് കാട്ടുതെച്ചൊന്നും നമുക്ക് ഇപ്പൊ കാണാൻ പ്രയാസാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പിന്നെ പാറന്റെ മേലേക്കുള്ള പല മരുന്നുകളും ഇതിലുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി പാറന്റെ മുകളിലൊക്കെ ഒഴിച്ച് കയറി വെയിലൊക്കെ കൊണ്ട് കാട്ട് കയറി കുറെ കടിയൊക്കെ കൊണ്ട് പിന്നെ ഈ തേനീച്ചൊക്കെ കുത്തി അങ്ങനെ ഒരുപാട് ഈ ഒരു വെളിച്ചെണ്ണ ആക്കുമ്പോ ഞാൻ എപ്പോഴും പറയും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. വളരും ചെയ്യുന്നത് മാത്രമല്ല, ഇത് സത്യം പറഞ്ഞാൽ അത് ഞാൻ വിൽക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയത് ല്ലായിരുന്നു. അത് ഈജിപ്തിൽ നിന്ന് ഒരു ടീം വന്നപ്പോ അവർക്ക് ഇന്ത്യൻസിന്റെ മുടി ഭയങ്കര ഇഷ്ടമാണ്, പെണ്ണുങ്ങളെ മുടി. അപ്പൊ അവര് പറഞ്ഞു നിങ്ങള് പിന്നെ മുടി വളരാനുള്ള എന്തെങ്കിലും തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് മമ്മാന്റെ കാലത്തുള്ള ആ ഒരു മരുന്ന് ഓടി വന്നത്. ഞാനിത് ചോദിക്കുമ്പോ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾ ചെറുപ്പക്കാരുടെ പോലെയാണ്, നമ്മളെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായമായി, അപ്പൊ അതുകൊണ്ട് മുടി എന്തായാലും കൊഴിയും. അങ്ങനെയല്ല, മുടി കൊഴിച്ചിൽ നിർത്തുക, താരം കുറയ്ക്കുക, അതിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അപ്പൊ ഈ ബാർലി, തവിട്, ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്തോണ്ടിരിക്കുന്നതാണ്. ഇത് കപ്പ കൃഷി ചെയ്തപ്പോ കപ്പക്ക് വില ഇല്ലാന്ന് കണ്ടു. അപ്പൊ വില അത് നമുക്ക് വിപണിയൊന്നുമില്ല, മാർക്കറ്റ് ഇല്ല, അതിങ്ങനെ പുറത്ത് കൊടുക്കാന്നുള്ളതിലാണ് കപ്പ കൃഷി ചെയ്തത്. അപ്പൊ എന്ത് ചെയ്തു, കപ്പനെ കൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റും നോക്കി. അപ്പൊ ഞങ്ങൾ വെറുതെ കുറച്ച് കപ്പ വാട്ടിയതുണ്ടല്ലോ, അതായത് ഉണക്കക്കപ്പ, അതുണ്ടാക്കി പിന്നെ ഇതുപോലെ ഉണക്കി പൊടിച്ച് പൊടിയാക്കി. ആവശ്യക്കാർ ഏറെ ഉണ്ട്, കാരണം പണ്ട് കപ്പ വെറുതെ കൊടുക്കേണ്ട കണ്ടീഷൻ ഇല്ലേനും കുറച്ച് നാൾ കഴിഞ്ഞാലും അവിടെ കേടുവരാണ്ടിരിക്കുകയും ചെയ്യും. എന്ത് ഉൽപ്പന്നം ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ പ്രൊഡക്റ്റ് ആക്കി മാറ്റാം. തീർന്നിട്ടില്ല, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അടുക്കളയിൽ തൊടുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ അടുക്കളയ്ക്ക് പോവാണ്. ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? എന്താ ഇഞ്ചി ചായ? എന്താ ഇത്? ചുക്ക് ചായപ്പൊടിയും കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തത്. എന്താ വെച്ചാൽ എല്ലാവർക്കും ഇപ്പോ സെപ്പറേറ്റ് ആയിട്ട് ഇടാനൊക്കെ ഇപ്പൊ മടിയാണ്. ഒരു വൈകുന്നേരം ഒരു കട്ടൻ വേണം തോന്നിക്കഴിഞ്ഞാല് ഇങ്ങനത്തെ ഇത് പൊട്ടിച്ചിട്ടാ മതി. അപ്പൊ നല്ല ടേസ്റ്റിൽ കഴിക്കാം. കോഴിക്കോട്ടുകാരുടെ ഒരു പ്രത്യേക ഭക്ഷണാണ് ഈന്ത്. ഇതൊരു സീസണിലേ ഇത് ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈന്ത് വേണം. ഇത് ശരിക്കും ഞാൻ ഈ ഷോപ്പിന്റെ ബോർഡ് മേലെ ഈന്ത് എഴുതി ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ഓടിപ്പോയിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല ഈന്ത്. മാർക്കറ്റിൽ പോയിട്ട് കിട്ടുന്നതൊന്നുമല്ല. നമുക്ക് കൃഷി ചെയ്യാനും പറ്റൂല. അത്രയും വർഷങ്ങൾ പഴക്കമുള്ള പഴയ പറമ്പ് കൂടിയൊക്കെ നടന്നിട്ട് വേണം ഈ ഈന്തിനെ കണ്ടെത്താൻ. ഇത് നമ്മളെ ഇതാണ് മറ്റേ മധുരക്കിഴങ്ങ് പൊടി. ഇപ്പൊ യൂട്യൂബ് സെർച്ച് ചെയ്താൽ കൂടുതലും മധുരക്കിഴങ്ങിന്റെ പൊടിയാണ്. നമ്മൾ കൃഷി ചെയ്ത സാധനം നമ്മൾ പൊടിയാക്കി എടുക്കും. അച്ചാർ പൊടി ഉണ്ട്. പിന്നെ അതേപോലെ ബീഫ് മസാല, സാമ്പാർ മസാല. ഒരുപാട് ആളുകൾക്ക് ജോലി ആവട്ടെ, പെണ്ണുങ്ങൾക്കൊക്കെ ഒരു
വരുമാനമായി മാറട്ടെ. ഇത് നമുക്ക് വാഴക്കൃഷി ഉണ്ട്. അപ്പോൾ വാഴ കൊല വെട്ടി അതിൻ്റെ ഉണ്ണിക്കാമ്പ് ഇവിടെ കടയിൽ കൊണ്ടുവെക്കും, അതിൻ്റെ തട്ടി ഇവിടെ കൊണ്ടുവെക്കും, വാഴക്കുലിയും കൊണ്ടുവെക്കും. അപ്പോൾ ആ ഉണ്ണിക്കാമ്പ് കൊണ്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലേ? അപ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഉണ്ണിക്കാമ്പ് ഉപ്പിലിട്ടത്. അപ്പം അതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും മല്ലിച്ചപ്പും ഒക്കെ കൂട്ടിയിട്ട് മുളകൊക്കെ കൂട്ടി ഉണ്ണിക്കാമ്പ് ഉപ്പിലിട്ടിട്ട് ഇങ്ങനെ കൊടുക്കും. ചീരാപ്പറങ്കി നല്ല ടേസ്റ്റാണ്. എനിക്ക് മെഡിസിൻ പ്ലാന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ചില മരുന്നുകൾ നമ്മൾ കാട്ടിലൂടെയൊക്കെ നടക്കണം. എല്ലാ കാട്ടിലും ആളെത്താത്ത സ്ഥലം. അപ്പോൾ കാട്ടിൽ കൂടി പോകുമ്പോൾ അതുപോലെ കാട്ടുനെല്ലിക്ക കാണും. അപ്പോൾ ഞാനിത് കൊണ്ടുവന്നിട്ട് നമ്മളെ ഈ നാട്ടിലൊന്നും ഇതില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഉപ്പിലിട്ട് കൊടുക്കും. പിന്നെ ഇതിൻ്റെ നെല്ലിക്ക മാത്രമല്ല, അതിൻ്റെ നെല്ലിക്ക അരിഷ്ടവും തേന് നല്ല നാടൻ തേനിട്ടിട്ട് നെല്ലിക്ക അരിഷ്ടവും നാരങ്ങ അച്ചാറുണ്ട്. നാരങ്ങ അച്ചാറ് ഇത് കയ്യിൽ കിട്ടുന്നതൊക്കെ പ്രൊഡക്റ്റ് ആക്കി എന്ത് കിട്ടിയാലും അച്ചാറിടും. അതാണ് രാജാക്കന്മാര് കഴിച്ചിരുന്ന അരി. പക്ഷെ രാജാക്കന്മാരൊന്നല്ല, ഇപ്പൊ എല്ലാരും കഴിച്ചു തുടങ്ങി. ആളുകളൊക്കെ ഇത് കർഷകന്റെ അടുത്തുനിന്ന് കൃഷി ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ കർഷകന്റെ അടുത്തുനിന്ന്. ഇത് നവരരി, രക്തശാലി അരി എല്ലാം. ഇത് രക്തശാലി അരി, നവര അരി എല്ലാം. ഇത് രക്തശാലി നവരരി ഒക്കെ നമ്മളെ കൃഷിയിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് നമ്മള് പിന്നെ കർഷകനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അറിയാനിട്ടല്ല, സമയമില്ലാത്തതുകൊണ്ട്. വിത്ത് തൊട്ട് വിളവ് വരെ വാങ്ങാനും കർഷകരെ സഹായിക്കാനുമായിട്ട് ദാ കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ഇപ്പോൾ ജുമൈല ബാനുണ്ട്, ബാനുസ് അഗ്രോ. ഇനിയും ഒരുപാട് വിജയങ്ങൾ നേരട്ടെ. 5 കൊല്ലം മുമ്പ് കണ്ടപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ദാ ഇപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി നമുക്കുണ്ട്. വീണ്ടും വീണ്ടും പുതിയ പ്രോഡക്റ്റുകളുമായി, ഇപ്പോൾ 200 എന്നാണ് പറയണേ, കൂടുതൽ പ്രോഡക്റ്റുകളുമായിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.